ഇന്ത്യയിലെ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ് ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ്. ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി. രാഹുൽ ഗാന്ധി ഒരു എല്ലാ തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ചു നോക്കുകയാണ്. പക്ഷെ തന്ത്രങ്ങളെല്ലാം തരംതാണ തന്ത്രങ്ങളാണ് എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള നിലവാരവുമില്ലാത്ത, ഒരു സംസ്കാരമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ ഒരു പ്രധാന പാർട്ടിയായ മുതിർന്ന പാർട്ടിയുടെ അമരത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആ പാർട്ടിക്കകത്ത് ആരുമില്ല എന്നുള്ളതാണ്. എല്ലാവരും മുതിർന്നവരൊക്കെ തന്നെ ഉണ്ട്. പാർട്ടിയെ നയിക്കാനായിട്ട് മല്ലികാർജുൻ ഖാർഗെ ഉണ്ട്. മല്ലികാർജുൻ ഖാർഗെക്ക് സ്വന്തമായി ഒന്നും പറയാനില്ല. സോണിയ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും എഴുതി കൊടുത്താൽ അത് വായിച്ചു കേൾപ്പിക്കും. ഇത് മാത്രമേ ഖാർഗെ ചെയ്യാറുള്ളൂ. സോണിയാഗാന്ധി ഒക്കെ പിൻസീറ്റ് ഡ്രൈവർമാരുടെ വിദഗ്ധരാണെന്നുള്ളത് നമുക്കറിയാം. മൻമോഹൻ സിംഗ് രാജ്യം പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ ആരാണ് ഡ്രൈവ് ചെയ്തതെന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അമ്മയെപ്പറ്റി തരം താണ തരത്തിലുള്ള വർത്തമാനം പറയുന്നു. ഇതൊരിക്കലും ഒരു പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ഒരു MLA പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും, ഒരു പൗരൻ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളല്ല പറയേണ്ടത്. ആശയപരമായി എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പറയണം. ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോളം തന്നെ വലിപ്പവും മഹത്വവും ഉണ്ടെന്നുള്ളതാണ്. ആ നിലവിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ മുഴുവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2024 പ്രതീക്ഷയുണ്ടായിരുന്നു. അതാണല്ലോ ഇന്ത്യ മുന്നണി തട്ടിക്കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി 2029 വരെ കാത്തിരിക്കണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക്. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഇവിടെ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാകും. ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഒരു പ്രധാന നോട്ടമിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളം പിടിക്കാനുള്ള ഒരു നിർണായക നീക്കം നടത്തുകയാണ്. കേരളം പിടിക്കാനായിട്ട് നിർണായക നീക്കം നടത്താൻ കാരണമുണ്ട്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെതായ UDFന്റെ ഒരു തരംഗമുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കി. അങ്ങനെ ഒരു തരംഗമുണ്ടായിരുന്നു. പക്ഷേ അത് കോൺഗ്രസിനകത്തെ മുടിയനായ പുത്രൻ തന്നെ അത് മുഴുവൻ ഇല്ലാതാക്കി കളയുകയും ചെയ്തു. മുറ്റത്ത് കൊണ്ടുവന്ന് കലയിട്ട് ഉടച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സദാചാര പ്രശ്നത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാവുകയും ചെയ്തു. ഇനി മാനം രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഒരു രാഹുലുണ്ട്, കേരള ഘടകത്തിൽ ഒരു രാഹുലുണ്ട്. എല്ലാ രാഹുലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തൊരു രാഹുകാലം തന്നെയാണ്. 2026 അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെ നയിക്കുന്ന UDF ഘടകകക്ഷികളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒരു പരിധി വരെയുണ്ട്. അത് കഴിയുമ്പോൾ അവർ വേറെ വഴി നോക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് ഇറങ്ങിയിട്ട്, പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു MP ആണല്ലോ, ഏത് മണ്ഡലത്തിലെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി പറയാൻ അറിയത്തില്ല. രാഹുൽ ഗാന്ധിയും ആയിരുന്നു. ഉത്തരേന്ത്യയിൽ ഒരിടത്ത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ വയനാടങ്ങ് വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു പര്യടനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അത് ഒരു പുതിയ ഉണർവുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. ഇത് കേരളം പിടിക്കാനുള്ള ഒരു നിർണായക നീക്കവും ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്കുമാണ്. ഇതിലേക്ക് കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതൃത്വം തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങും. രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ്,
എന്നിവരുടെ ഒരു നീണ്ട നിരയും കൂടി ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ചേർന്ന് നയിക്കുന്ന ഒരു പര്യടനമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിലൂടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പാർട്ടി കരുതുന്നത്. അത് വോട്ടാക്കി മാറ്റാനും അവർക്ക് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇതേ അവസരത്തിൽ കേരളത്തിൽ BJP നിർണായക ശക്തിയായി മാറുന്നു. ഇവരുടെ ഇടങ്ങളിലൊക്കെ തന്നെ BJP കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് UDF-ലായാലും LDF-ലുള്ളവർക്കും തന്നെ തിരിച്ചറിയാവുന്നതാണ്. ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന തന്നെ നോക്കൂ. കേരളത്തിൽ അഭൂതപൂർവമായിട്ടുള്ള തരത്തിലുള്ള വളർച്ചയാണ് BJPക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് അത് തുറന്നു പറയുമ്പോൾ അവർ പറഞ്ഞതിനപ്പുറമാണ് BJPയുടെ വളർച്ച എന്നുള്ളതാണ്. ആ BJPയുടെ വളർച്ചയെ കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം നമുക്കറിയാം, എവിടെയെങ്കിലുമൊക്കെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിന് ക്ഷീണമുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ BDJS രൂപീകൃതമായി കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ BDJS NDAയുടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുമ്പോൾ BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് UDF-ന് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിനായിരിക്കും ഇതിന്റെ പലപ്പോഴും ക്ഷീണം ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത്. BJP വിജയിക്കുമ്പോഴൊക്കെ തന്നെ CPIക്കും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ BJPയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ CPI 3-ാം സ്ഥാനത്ത് വളരെ താഴേക്ക് അങ്ങ് പോവുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ അവിടെ VS സുനിൽകുമാറിന്റെ പരാജയമാണ് ഉണ്ടായതെന്നുള്ളതാണ്. CPIക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇടം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തില് ഇവരൊരു വലിയ മുന്നേറ്റം കുറിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള നീക്കം നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ സദാചാരപരമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നേറാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നത്. ഇതൊരു പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായിട്ട് മുസ്ലിം ലീഗിന് വലിയ അടുപ്പമുണ്ട്. ഈ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് ആരുടെ കരുണ കൊണ്ട് മാത്രമാണ്? ലീഗിന്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണാനല്ലേ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ലീഗിന് എത്രത്തോളം കോൺഗ്രസിനകത്ത് ഹൈക്കമാൻഡിന് അകത്ത് പിടിയുണ്ട് എന്നുള്ളതും വ്യക്തമാകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകിയത് കൊണ്ടാകാം ഇവർ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പര്യടനം നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, കോൺഗ്രസിനകത്തെ മറ്റു പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് 2026 അധികാരത്തിൽ എത്താം എന്നുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.